ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? അപ്പോൾ ഞാൻ ഇന്ന് ഇവിടെ കാണിക്കുന്നത് എൻ്റെ ഒരു വീക്കെൻഡ്, അതായത് കഴിഞ്ഞ ശനിയാഴ്ചത്തെ ഒരു ഉച്ചക്കത്തേക്കുള്ള പരിപാടികളാട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒത്തിരി കൂട്ടുകാരുണ്ടല്ലേ, അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ നമ്മുടെ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്താൽ നമ്മുടെ എല്ലാ നോട്ടിഫിക്കേഷനും കിട്ടും കേട്ടോ. പിന്നെ വീഡിയോസൊക്കെ ഒന്ന് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഞാൻ വേഗം ആദ്യം ചോറിനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടോ, കുക്കറിലാണ് വെക്കുന്നത്, മട്ട അരി ആയതുകൊണ്ടാണ് കേട്ടോ. പിന്നെ എനിക്ക് മീൻ മുളക് ഇടാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ മീൻ മുളക് ഇടാൻ വേണ്ടിയിട്ട് ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആദ്യം അതുണ്ടാക്കണം. അതെനിക്ക് വലിയൊരു ടാസ്ക്കാണ്. സാധാരണ ഇക്കാക്ക ഫ്രീ ആയിട്ട് ഇരിക്കുമ്പോൾ ഇക്കാക്കനോട് പറഞ്ഞു കഴിഞ്ഞാൽ ഇക്കാക്കയാണ് എനിക്ക് സാധാരണ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കി തരിക. അത് കുറച്ചൊരു ചൊറിഞ്ഞ പണിയായതുകൊണ്ട് ഞാൻ മെല്ലെ ഇക്കാക്കൻ്റെ അടുത്ത് കൊടുക്കുക ചെയ്യുക. അപ്പോൾ എനിക്ക് അത്രയും പണി കുറഞ്ഞു കിട്ടുമല്ലോ. ഇപ്പോൾ സാധനം തീർന്നുകൊണ്ട് ഞാൻ തന്നെ കുറച്ച് ഉണ്ടാക്കുക കേട്ടോ. കൂടുതൽ ഉണ്ടാക്കാൻ നിന്ന് കഴിഞ്ഞാൽ എനിക്കിപ്പോൾ നേരമില്ല. ഒന്ന് കുറച്ച് ലേറ്റായിട്ടാണ് ശനിയാഴ്ച എണീക്കുക. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് ഇപ്പോൾ ഇതിന് നിൽക്കുന്നത്. അപ്പോൾ കുട്ടികൾ ഉറങ്ങുകയാണ്. അപ്പോൾ ആ നേരം കൊണ്ട് വേഗം അവർ എണീക്കുമ്പോഴത്തേന് ലഞ്ച് ആക്കണം. അല്ലാത്ത ദിവസമൊക്കെ ഇക്കാക്ക് പോണതിൻ്റെ മുന്നേ തന്നെ ഫുഡ് ആവുന്നതുകൊണ്ട് ആ പ്രശ്നമില്ല. ഇത് വീക്കെൻഡിൽ എനിക്ക് അപ്പോൾ ഭയങ്കര തിരക്കാണ്. വീക്കെൻഡിലാവുമ്പോഴേക്കും എന്തായാലും നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കുറച്ച് വേഗം ഒന്ന് കഴുകിയെടുത്തു. എന്നിട്ട് അതൊന്ന് ഡ്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം എനിക്ക് വെക്കാൻ നേരമില്ല. അപ്പോൾ ഇതിപ്പം ഇത്രയൊന്നും നമുക്ക് മുളകിട്ട കറിയിലേക്ക് ആവശ്യമില്ല. അപ്പോൾ ബാക്കി എന്തായാലും കുറച്ചെടുത്ത് വെക്കാനുണ്ടാകും. അപ്പോൾ ഞാനതൊന്ന് ടിഷ്യൂ പേപ്പർ വെച്ച് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഡ്രെയിൻ ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് ഒന്ന് മിക്സിൻ്റെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് അതിലേക്ക് ഒരു ഇത്തിരി ഓയിലും ഇത്തിരി ഉപ്പ്, എന്താ വെച്ചാൽ ഞാൻ ബാക്കിയുള്ളത് കുറച്ചാണെങ്കിലും ഒന്ന് ഫ്രിഡ്ജിലെടുത്ത് വെക്കണമല്ലോ. അപ്പോൾ അത് അങ്ങനെ കളറൊന്നും മാറാതെ വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ തന്നെ മുഴുവൻ യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ ആവശ്യമില്ല. പിന്നെ ഞാൻ വേഗം നമ്മുടെ മീൻ കറിയിലേക്കുള്ള ചെറിയ ഉള്ളിയും പച്ചമുളകും കറിവേപ്പും ഒക്കെ, ചെറിയ ഉള്ളിയൊക്കെ വേഗം ക്ലീനാക്കി. പിന്നെ ഞാൻ ആദ്യം ഒരു 3-4 മണി ഉലുവ ഇടും കേട്ടോ. എന്നിട്ട് അതിലേക്കാണ് ഞാൻ ചെറിയ ഉള്ളിയും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കറിവേപ്പിൻ്റെ ഇല, പച്ചമുളക് ഒക്കെ ഇട്ടിട്ട് വാട്ടിയെടുക്കുക ചെയ്യാം. ഇതിൻ്റെ സ്വന്തം റെസിപ്പിയാണ് കേട്ടോ. ഞാൻ സാധാരണ ഒരു തക്കാളി ഇടാറുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ എടുത്ത തക്കാളിൻ്റെ പകുതി കേടായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ ഒരു തക്കാളിയും കൂടി എടുത്തു ചെറുത്. എന്നിട്ട് ഞാനിങ്ങനെ കുഞ്ഞാക്കി അരിഞ്ഞെടുക്കുക ചെയ്യുക. എന്നിട്ട് അരിഞ്ഞെടുത്തിട്ട് ഒന്ന് സിമ്മിലിട്ടിട്ട് മൂടി വെക്കും. എന്നിട്ട് അത് നന്നായിട്ട് ഉടഞ്ഞ് കിട്ടുന്ന പരിവായിട്ടാണ് പിന്നെ ഞാൻ ബാക്കി അതിലേക്ക് മസാലപ്പൊടികളൊക്കെ ചേർക്കുക കേട്ടോ. പിന്നെ ഞാൻ ആ നേരം കൊണ്ട് ആദ്യം തന്നെ ഞാൻ എന്ത് ചെയ്തിരുന്നു, പുളി എടുത്തിട്ട് കഴുകി ഒന്ന് തിളച്ച വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ എന്താ ഇപ്പോൾ ഉപ്പേരി വെക്കാമെന്നിങ്ങനെ ആലോചിച്ച് നിന്നപ്പോഴാണ് പിന്നെ പച്ചക്കായ ഉണ്ടായിരുന്നു. അപ്പോൾ പച്ചക്കായ ഉപ്പേരി വെച്ചിട്ട് കുറേ ആയി. അപ്പോൾ വിചാരിച്ച് പച്ചക്കായ ഉപ്പേരി വെക്കാമെന്ന്. അപ്പം ഞാൻ അതിൻ്റെ ഒരുപാടൊന്നും അതിൻ്റെ മേൽഭാഗം പോക്കൂല കേട്ടോ. കുറച്ചൊക്കെ ഒന്ന് എന്താ വെച്ചാൽ അതിൻ്റെ തൊലിയും നമ്മൾ നാട്ടിൽ ഉപ്പേരിയൊക്കെ വെക്കാനുണ്ടല്ലോ. അപ്പോൾ ഞാൻ വിചാരിക്കുക വെറുതെ അതിന് ഒരുപാട് വിറ്റാമിൻസും കാര്യങ്ങളൊക്കെ ഉള്ളതെന്നും പറഞ്ഞും കേട്ടിട്ടുണ്ട്. അപ്പോൾ വെറുതെ അതൊന്നും ഒഴിവാക്കാണ്ട് വെച്ചിട്ട് കുറച്ച് ഹാർഡായിട്ടുള്ളതൊക്കെ ഒന്ന് ഒഴിവാക്കുള്ളൂ. ഇതിലേക്ക് ഇപ്പം ഞാൻ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പെരിഞ്ജീരകം, ഉപ്പ് അത്ര ഇട്ടിട്ടുള്ളൂ കേട്ടോ. എന്നിട്ട് ഞാനത് നന്നായി വെള്ളമൊഴിച്ച് ഇനി അതൊന്ന് നന്നായിട്ട് തിളക്കട്ടെ. ഞാൻ ആവോലിയാണ്. അപ്പോൾ ആവോലി ഞാൻ ഫ്രീസറിൽ നിന്ന് നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും ചോറ് വിസിലൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ വേഗം ചോറ് ഊറ്റാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ ഓവറായിട്ടുള്ള വെള്ളം ഞാൻ എടുത്ത് ആദ്യം ഒഴിവാക്കി കേട്ടോ. എന്നിട്ടാണ് ഞാനത് പിന്നെ ഊറ്റുന്നത്. കുക്കറിലാകുമ്പോൾ നമുക്ക് ഇങ്ങനെ കുക്കറിൻ്റെ ഈ ഒരു റബ്ബർ എടുത്ത് മാറ്റിയാൽ സുഖമായിട്ട് നമുക്ക് ഊറ്റാൻ പറ്റും കേട്ടോ. എന്നിട്ട് അതുകൊണ്ട് ക്ലോസ് ചെയ്ത് ചരിച്ച് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഗ്യാപ്പിലൂടെ വെള്ളം ഫുള്ള് നമുക്ക് വാർന്ന് കിട്ടും. തുള്ളി വെള്ളം ഇല്ലാതെ തന്നെ കിട്ടും കേട്ടോ. അപ്പം മീൻ നമ്മുടെ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് നമ്മുടെ മീൻ ഇട്ട് കൊടുക്കാം. മീൻ മുളകിട്ട് കഴിഞ്ഞാൽ ഒന്ന് ഇക്കാക്കക്ക് നല്ല ഇഷ്ടമാണ് മുളകിട്ട കറി. പിന്നെ മക്കൾക്ക് അതിലെ മീൻ കൊടുക്കുക. അപ്പോൾ അത് വിചാരിച്ചിട്ടാണ് ഞാൻ ഒന്നാമത്, അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് മീൻ. അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പോൾ ചോറെല്ലാം കഴിക്കും. പിന്നെ ഞാൻ വേഗം നമ്മുടെ പച്ചക്കായ ഉപ്പേരി വെക്കാൻ വെച്ചിട്ട് ഒക്കെ സിമ്പിളായിട്ടാട്ടോ വെക്കുന്നത്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു, കടുക് ഇട്ടു. ഇനി അതിലേക്ക് പച്ചക്കായും പച്ചമുളകും കറിവേപ്പിൻ്റെ ഇലയും ഇട്ടു. പിന്നെ ഞാനൊരു ഉപ്പും പിന്നെ ഞാൻ നമ്മുടെ മഞ്ഞൾപ്പൊടി കുറച്ചൊരു കളറിനൊരു അത്രയും ഇട്ടു. പിന്നെ നമ്മുടെ കഞ്ഞിവെള്ളം കുറച്ച് ഒഴിക്കും കേട്ടോ.
കഞ്ഞിവെള്ളം കുറച്ച് അധികം ഒഴിച്ചിട്ട് അതൊന്ന് വേവാനുള്ളതിൽ ഒഴിച്ചിട്ട് ഒന്ന് സിമ്മാക്കിയിട്ട് മൂടി വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റിൽ പച്ചക്കായ കിട്ടും. നിങ്ങളൊക്കെ എങ്ങനെയാണ് പച്ചക്കായ വെക്കുന്നതെന്ന് കമ്പനി ചെയ്യണേ. അപ്പം ഞാൻ ഇങ്ങനെ വെക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ ഇങ്ങനെ തന്നെയാണ് എപ്പോഴും വെക്കാറുള്ളത് കേട്ടോ. പിന്നെ മീൻ മുളകിട്ടത് പിന്നെ ഹസ്ബൻഡിൻ്റെ വീട്ടിലൊക്കെ കലക്കിയാട്ടോ വെക്കാറ്. ഞാൻ ഇങ്ങനെയാണ് വെക്കാറ്. എനിക്കിങ്ങനെ വെക്കുന്നതാണ് ഇഷ്ടം. ഞാൻ പിന്നെ ഇത് വേറെ റെസിപ്പി ഒന്നും നോക്കിയിട്ടല്ല, ഞാൻ സ്വന്തമായിട്ട് ഇങ്ങനെ ആദ്യമൊക്കെ ഞാനിങ്ങനെ തക്കാളി അരച്ച് ചേർക്കാറുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഞാൻ അരക്കലില്ല, ഞാനിങ്ങനെ മുറിച്ചിട്ട് തന്നെ ഇടാറുള്ളത്. ഇങ്ങനെ വെച്ചാലും എനിക്ക് നല്ല ടേസ്റ്റായി തോന്നാറുണ്ട്. പിന്നെ ഞാൻ വേഗം കിച്ചണൊക്കെ ക്ലീനാക്കി. ഒരുപാട് പണിയുണ്ട്, കുട്ടികളെ കുളിപ്പിക്കാനുണ്ട്, അകടിച്ചിട്ട് തുടക്കാൻ, അങ്ങനെ കുറേ പണിയുണ്ട്. അപ്പോൾ ഇതിന് ഇതാ ആൾ അടുക്കളയിലെത്തി കാക്കറ്റ് അടുത്തവിടെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവർ പുട്ടും പഴമൊക്കെ കഴിച്ച് ഉറങ്ങിയതാട്ടോ. പിന്നെ കുറച്ച് മടക്കി വെക്കാണ്ടായിരുന്നു, അതൊക്കെ മടക്കി വെച്ച് റൂമൊക്കെ നല്ല അലങ്കോലമായി കിടക്കുകയാണ്. അപ്പം അതൊക്കെ ക്ലീൻ ആക്കണം. എനിക്കൊക്കെ ഒരു എന്നും ഇങ്ങനെ എന്തിനാ ചെയ്യണത്, പക്ഷെ എനിക്ക് ചെയ്തില്ലെങ്കിൽ ഒരു സമാധാനമില്ല. പിന്നെ ഓരോ വേഗം കുളിപ്പിച്ച് പിന്നെ വേഗം തുടച്ചൊക്കെ വൃത്തിയാക്കി അവരെ കുളിപ്പിക്കാൻ കയറ്റി നിർത്തിയ ടൈമിലാട്ടോ ഞാൻ ഓടിപ്പോയി തുടക്കുന്നത്. നമുക്ക് ഒരുപാട് സ്ഥലമൊന്നുമില്ല കേട്ടോ, ആകെ ഈ ഒരു റൂമും ആ കിച്ചണും ഉള്ളൂ തുടക്കാൻ. എന്നാലും അത് എന്നും തുടച്ച് വൃത്തിയാക്കിയിടണ്ടേ. പിന്നെ ആദ്യം അവർക്ക് വേഗം ഫുഡ് കൊടുത്ത് പിന്നെ ഞങ്ങൾ ഫുഡ് കഴിച്ച് നല്ല അടിപൊളി മീൻകറി ആയിരുന്നു കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി ലഞ്ചൊക്കെ കഴിച്ച് ഞാൻ പിന്നെ മക്കൾ കഴിച്ച പ്ലേറ്റ് തന്നെയാണ് കഴിക്കുന്നത്. കാക്കയ്ക്ക് വിളമ്പി വെച്ചതാണ്. അപ്പോൾ എൻ്റെ കുഞ്ഞ് വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.